നമസ്കാരം. അങ്ങനെ മേയർ MK വർഗീസ് ആ കടുത്ത തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലത്രേ. അയ്യോ മേയർ പോവല്ലേ, അയ്യോ വർഗീസേട്ടൻ പോവല്ലേ എന്നൊക്കെ ആരൊക്കെ നിലവിളിച്ചാലും പിന്തിരിയാൻ തെല്ലും ഉദ്ദേശമില്ല. ഒരു മുൻ പട്ടാളക്കാരൻ്റെ പാറ പോലുറച്ച തീരുമാനമാണ്. സമ്മർദ്ദത്തിൻ്റെ തിരതള്ളലിൽ അലിഞ്ഞില്ലാതാകാനൊന്നും പോകുന്നില്ല. CPM ആവശ്യപ്പെട്ടാലും ഞാൻ കോർപ്പറേഷനിൽ മത്സരിക്കില്ല. പ്രഖ്യാപനം കേട്ട് CPMകാരും CPIക്കാരുമൊക്കെ കടുത്ത ഞെട്ടൽ അഭിനയിച്ചു. കഴിഞ്ഞ 5 വർഷവും സ്വന്തം ക്യാമ്പിനു നേരെ ഉണ്ടയില്ലാതെയും ചിലപ്പോഴൊക്കെ ഉണ്ട സഹിതവും വെടിപൊട്ടിച്ചുകൊണ്ടിരുന്ന ആളല്ലേ. മനസ്സിൽ ഗൂഢമായ ആഹ്ലാദ പൂത്തിരി കത്തുമ്പോഴും മുഖത്ത് വിഷമം വാരിപ്പൂശി LDFകാർ വർഗീസേട്ടൻ തങ്ങളുടെ വരിയിൽ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനാൽ വിമതനായി നെട്ടിശ്ശേരിയിൽ നിന്നും നെറ്റിയിൽ വിജയതിലകമണിഞ്ഞ് കൗൺസിലിലെത്തിയ മേനാച്ചേരി കൊച്ചാപ്പു വർഗീസ് ഇരിപ്പുറപ്പിച്ചത് നഗരപിതാവിൻ്റെ കസേരയിലാണ്. മുൻപ് 2 തവണ കോൺഗ്രസ് ടിക്കറ്റിൽ കൗൺസിലറായിരുന്നിട്ടും MK വർഗീസിനോട് കോൺഗ്രസിനത്ര പഥ്യമുണ്ടായിരുന്നില്ല. മണ്ണുത്തി മുക്കാട്ടുകര പ്രദേശങ്ങളിൽ ആഴത്തിൽ വേരോട്ടമുള്ള മേനാച്ചേരി കുടുംബത്തിലെ അംഗമായ MK വർഗീസിന് ആ ബന്ധുബലം മാത്രം മതിയായിരുന്നു തനിച്ചംഗത്തിനിറങ്ങാൻ. മുൻ സൈനികനിൽ നിന്നും പൊതുപ്രവർത്തകനിലേക്കുള്ള പരിണാമത്തിൽ കുടിവെള്ള പ്രശ്നമടക്കം ഒട്ടേറെ ജനകീയ വിഷയങ്ങളിൽ മുന്നിലുണ്ടായിരുന്നു. തൃശ്ശൂരിന് സുപരിചിതമായ ആക്ട് സംഘടനയുടെ പ്രസിഡന്റും ജവഹർ ബാലഭവന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുകാർ ആവും വിധം സ്വന്തം സ്ഥാനാർത്ഥികളെ കാലുവാരാൻ ശ്രമിച്ചെങ്കിലും ഫലം വന്നപ്പോൾ ഇടതിനൊപ്പം കട്ടയ്ക്ക് നിന്നു. എന്നാൽ ഭരണം പിടിക്കാൻ അവർ വലിയ ഉത്സാഹമൊന്നും കാണിച്ചില്ല. MK വർഗീസിനെ മേയറാക്കി തുടർ ഭരണത്തിന് ഇടതുമുന്നണി കാഹളമൂതിയതോടെ എല്ലാം ശുഭമായി. ഭരണത്തിൻ്റെ മധുവിധു നാളുകൾ മനോഹരമായി കടന്നുപോയി. പിന്നെ ചട്ടിയും കലവും പോലെ തട്ടലും മുട്ടലും തുടങ്ങി. ഒടുവിൽ പൊട്ടിത്തെറികൾ പലതുണ്ടായി. ഇടതു കുടുംബത്തിൻ്റെ സ്വച്ഛത നശിപ്പിക്കാൻ കടന്നുവന്ന വില്ലനെ വന്നിടത്തേക്ക് തിരിച്ചയക്കാൻ കഴിയാതെ വന്നതോടെ ബന്ധമുലഞ്ഞു. തൃശ്ശൂരെടുക്കാനെത്തിയ സുരേഷ് ഗോപിയുടെ വികസന സ്വപ്നങ്ങളുടെ തീവണ്ടിയിൽ കയറാൻ മേയറും ടിക്കറ്റ് എടുത്തു. MP ആകാൻ സുരേഷ് ഗോപി യോഗ്യനെന്ന സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തതോടെ ചോറിങ്ങും കൂറങ്ങുമെന്ന് തുറന്നടിച്ചു CPI. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൃശ്ശൂർ ജില്ലയിലും അതുപോലെ തന്നെ കേരളത്തിൽ പോലും സുരേഷ് ഗോപി തന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയത് ഞാൻ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജ്യസഭ MP ആയിരിക്കെ അനുവദിച്ച പദ്ധതികൾ നടപ്പാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച മേയർക്ക് സുരേഷ് ഗോപിയും നൽകി അഭിനന്ദനത്തിൻ്റെ 1000 താമരപ്പൂക്കൾ. കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ മേയർക്ക് കേക്കുമായെത്തി അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മധുരിതമായൊരു രാഷ്ട്രീയ ബന്ധത്തിൻ്റെ പാലം തീർത്തു. കേരളത്തിൽ വേറെയും മേയർമാർ ഉണ്ടായിരുന്നിട്ടും ഇവിടെ മാത്രം കേക്ക് കാഴ്ചവെച്ചത് CPIക്കാർക്ക് രുചിച്ചില്ല. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിൽ എന്ത് ചെയ്യാൻ? ഇതിനിടയിൽ കൗൺസിൽ യോഗങ്ങളിൽ മേയറും ഡെപ്യൂട്ടി മേയറും ഭരണപക്ഷ കൗൺസിലർമാരും കൊണ്ടും കൊടുത്തുമൊക്കെ പലവിധ കലാപരിപാടികൾ അരങ്ങേറി. അങ്ങനെ തട്ടിയും മുട്ടിയും 5 വർഷം പൂർത്തിയാക്കിയപ്പോഴാണ് മേയർക്ക് ഈ തദ്ദേശ ഏർപ്പാട് മടുത്തത്. ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുമോ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. തൻ്റെ ദൗത്യം പൂർത്തിയാക്കി എന്ന തത്വചിന്താ തലത്തിലുള്ള പ്രതികരണത്തിലൂടെ വരികൾക്കിടയിൽ വായിക്കാൻ ഒരുപാട് നൽകുന്നുമുണ്ട്. നിയമസഭയിലേക്ക് ഒരംഗത്തിന് ബാല്യം ഇല്ലാതില്ലെന്ന് ആ മുഖം കണ്ടാൽ അറിയില്ലേ. എന്തായാലും ഇനി 3 മാസം വിശ്രമ ജീവിതമാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നു. ആ കായകൽപ്പകാലം കഴിഞ്ഞ് പുതു ഊർജ്ജത്തോടെ വർഗീസേട്ടൻ തിരിച്ചെത്തും. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം എന്ന ഗാനം അകമ്പടിയാകുമോ എന്ന് കണ്ടറിയാം.